പോർച്ചുഗൽ അർജന്റീന അർജന്റീന തോറ്റിട്ട് ഞാൻ മീശ അടിക്കും. മീശ ഇല്ലാത്തതുകൊണ്ട് മൊട്ടടിക്കും. ഇത് മൊട്ടടിപ്പിക്കണോ? നേരത്തെ പോകുന്നു, അല്ലെങ്കിൽ കയറാൻ പറ്റില്ല അങ്ങോട്ട്. അതുകൊണ്ടാണ് അടുക്കാൻ പറ്റില്ല. കഴിഞ്ഞ കളി കാണാൻ പറ്റിയില്ല. അപ്പോൾ ഈ കളി എന്തായാലും കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. കഴിഞ്ഞ കളി ഭയങ്കര ആവേശകരമായിരുന്നു. അതെ, ഇപ്രാവശ്യം ഒരു ഹാട്രിക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്തവണ ഹാട്രിക്കോ? ഹാട്രിക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓസ്ട്രേലിയ നല്ല ടീമാണ്, പക്ഷെ ജയിക്കുമായിരിക്കും. 2 ഹാട്രിക്കൊക്കെ നടക്കുമോ? മെസ്സി അല്ലേ, നടക്കും. അല്ല, അപ്പൊ മെസ്സി അങ്ങ് പൂട്ടിയാലേ ഇവര് മെസ്സി അങ്ങനെ കൂട്ടാൻ പറ്റില്ലല്ലോ. മെസ്സി ആണല്ലോ, മെസ്സി കൂടെ പറ്റുന്നതാണ്. പൊട്ടിച്ച് പുറത്ത് പിന്നെ തീർച്ചയായും. ആവേശം കയറി പോന്നോ? കഴിഞ്ഞ കളി എവിടെ കണ്ടേ? വീട്ടിലാണോ കണ്ടേ? അപ്പം ഈ കളി കഴിഞ്ഞ കളി ജയിച്ചതിന്റെ ഒരു ആവേശം കണ്ടായിരിക്കും പുറത്തേക്ക് ഇറങ്ങിയത്. എന്താണെന്ന് പ്രതീക്ഷിക്കുന്നത്? മെസ്സി അടിക്കാൻ സാധ്യതയുണ്ടോ? ഒരെണ്ണം അടിക്കും. ഒരെണ്ണം അടിച്ചാൽ ഒരു റെക്കോർഡ് എത്തുക, അതായത് ലോകകപ്പിൽ ഏറ്റവും ഗോൾ നേടുക അല്ലേ? ആ ഒരു റെക്കോർഡ് കാണാൻ പൊട്ടിക്കും. എങ്ങനെ കഴിഞ്ഞ തവണ ഇവിടെ തന്നെയാണോ കളി കണ്ടത്, അതോ ഇവിടെ 4ാമത്തെ വേൾഡ് കപ്പാണ്? ഇന്നത്തെ ഒരു പ്രതീക്ഷ എങ്ങനെ? നേരത്തെ തന്നെ വന്ന് ഇരിപ്പിടെ ഉറപ്പിച്ചു, അല്ലെങ്കിൽ കിട്ടത്തില്ല? കിട്ടൂല. എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം മെസ്സി 3 ഗോൾ അടിച്ചതിനെ കൊണ്ട് ഫാൻസ് എല്ലാവരും നേരത്തെ തന്നെ ഇരിപ്പിടെ സ്വന്തമാക്കി. അപ്പോൾ ഇന്നത്തെ പ്രതീക്ഷ അങ്ങനെയൊക്കെ തന്നെയാണ്? അങ്ങനെയാണ്. ഏകദേശം ഏകപക്ഷീയമായിരിക്കും കളി. ഇന്ന് പക്ഷെ അത്ര ഏകപക്ഷീയമാവില്ല. ഇന്ന് അത്ര ഏകപക്ഷീയമാവോ? ഏകപക്ഷീയമാവും. ഓസ്ട്രേലിയ കുറച്ചുകൂടെ നല്ല ടീമല്ലേ? ടീമാണെങ്കിലും കൂടിയിട്ട് അർജന്റീനക്ക് അതൊരു വിഷയമല്ല. അടിക്കും, കപ്പടിക്കും. ഇത്തവണ കപ്പ് ബ്രസീൽ അടിക്കും. കപ്പ് ബ്രസീൽ അടിക്കും. നിങ്ങൾ ബ്രസീലാ? അർജന്റീനയുടെ അപ്പൊ ഇന്ന് കളി ഇവര് തോക്കുമെന്ന് അറിയാമെന്നാണ്. ഞാൻ സ്ഥിരമായിട്ട് വരുന്നതാ. അല്ല, ബ്രസീല് കപ്പ് ബ്രസീൽ അടിക്കും. കഴിഞ്ഞ കളി കണ്ടാൽ അങ്ങനെ പറയാൻ പറ്റും. ആദ്യത്തെ കളി കണ്ട് അങ്ങനെ പറയാൻ പറ്റുമോ? നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്. അതിനെ കൂടെ പറയണേ. നെയ്മർ വരും ആയിരിക്കും അടുത്ത കളിയൊക്കെ. അടുത്ത കളി നെയ്മർ ഉണ്ടാവും. ആ ഒരു പ്രതീക്ഷ ഉണ്ട്. എങ്ങനെ രണ്ടുപേരും അർജന്റീനയുടെ ആരാധകരാണോ? ബ്രസീലുകാരാണ് അർജന്റീനയുടെ കളിയാണ് ആദ്യം വന്നിരിക്കുന്നത്. മണിക്കൂറുകൾക്ക് മുമ്പാണ് വന്നേക്കുന്നത്. കളി കാണാൻ തന്നെയാണ്. കളി എല്ലാരും കളിക്കുന്നത് കാണുന്നുണ്ടോ? ബ്രസീൽ കൊണ്ടുപോകും കപ്പും. ഇന്നിപ്പോ ആര് ജയിക്കും? ഇന്ന് ഓസ്ട്രേലിയ എനിക്ക് പ്രതീക്ഷയില്ല. ഓസ്ട്രിയാണ് പ്രതീക്ഷിക്കുന്നത്. അതെന്ത് പറ്റി? കഴിഞ്ഞ കളി ഓസ്ട്രേലിയ താല്പര്യമില്ല ആളാണ്. ഓസ്ട്രേലിയ നല്ല കളിയാണ്, അതുകൊണ്ടല്ല. മെസ്സി ഒറ്റയ്ക്ക് 3 ഗോൾ അടിച്ചു കഴിഞ്ഞ കളിയിൽ. അതൊന്നും നോക്കണ്ട, അതൊക്കെ കുറെ അങ്ങനെ ഉറപ്പിക്കണ്ട. അത് അത്ര വലിയ ഗോളായിരിക്കും തോന്നില്ല. പക്ഷേ ബ്രസീലിന്റെ കളി അത്ര ഒരു നിലവാരത്തിലേക്ക് ഉയർന്നിട്ടുണ്ടോ? ബ്രസീല് അങ്ങനെ മാറി മാറി വരും കളി. ഓരോ കളി കഴിയും തോറും മാറി മാറി. പണ്ടും അങ്ങനെയായിരുന്നു. പണ്ടും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇനിയും കളി മാറും. ഇന്ന് അർജന്റീന തോക്കുന്ന കാണാൻ വന്നിരിക്കുകയാണ്. അതല്ല, തോൽക്കുന്നേ പറയില്ല. ഓസ്ട്രിയ ജയിക്കുന്ന പറയുന്നു. ഓസ്ട്രേലിയ ജയിക്കുന്ന പറയും, അർജന്റീന തോക്കുന്ന പറയില്ല. എങ്ങനെയാ? അർജന്റീന തോക്കില്ല, ഓസ്ട്രിയ ജയിക്കുക എന്നാണ് ചേട്ടൻ പറയുന്നത്. പറയാൻ പറ്റില്ല. കളീന്റെ ഇതുപോലെയായിരിക്കും. ഓരോ സമയത്ത് എല്ലാ പ്രാവശ്യവും ഒരേപോലെ ആവില്ലല്ലോ. എല്ലാ പ്രാവശ്യവും ഹാട്രിക് അടിക്കാൻ പറ്റിയതും വരില്ല. അപ്പൊ അത് ഓരോരുത്തരെ കുറെയൊക്കെ ഭാഗ്യത്തിന്റെ ഇതുകൂടിയാണ്. മെസ്സി കളിക്കുന്നില്ല എന്നും പറയാൻ പറ്റില്ല. മെസ്സിക്ക് കളിയുണ്ട്. പക്ഷെ ഒരാളെ തന്നെ പോയിന്റ് ചെയ്ത് മാത്രം കളിക്കുക എന്നുള്ളത് ആണ് ഇപ്പം അർജന്റീനേൻ്റെ ഉള്ളത്. കാര്യമായിട്ട് എടുത്തു പറയാൻ കളിക്കാരിപ്പം ഇല്ല. പണ്ട് പിന്നെ അർജന്റീനക്ക് ഇഷ്ടം പോലെ നല്ല നല്ല കളിക്കാരുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു അത്ര തന്നെ നല്ല കളിക്കാരെ പറയാനില്ല, എടുത്തു പറയാൻ. മെസ്സി തന്നെയാണ് മെയിനായിട്ട്. അപ്പം ചേച്ചിയും ബ്രസീലുകാരാ? ബ്രസീലാണ്, ബ്രസീൽ ടീമാണ്. ഈ അർജന്റീനയിൽ ഇപ്പം മെസ്സി അങ്ങ് പൂട്ടിയാൽ തീർന്നായിരിക്കും അല്ലേ? അപ്പോൾ മെസ്സി അവരങ്ങ് ശരിക്കും ലോക്ക് ചെയ്താൽ അതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നല്ല താരങ്ങൾ അതിൽ വന്നൂടെ. പുതുതായിട്ട് ഇപ്പം ക്യാബോ ഇന്നത്തത് അത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞതാ. ചിലപ്പോ ഇപ്പൊ പുതിയ ടീമുകൾ വന്നില്ലേ, ഇന്നലത്തെ കളിയല്ലേ, ചെറിയ ചെറിയ ടീമുകളാണ് ഇപ്പം മുന്നോട്ട് വരുന്നത്. ഇപ്പൊ പിന്നെ ഗോളികളായാലും നല്ല നല്ല കളിക്കാർ ചിലപ്പോൾ സബ് ഇറങ്ങിയിട്ട് ഗോളടിക്കുന്നതും ഉണ്ടല്ലോ. നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. ചിലപ്പം അർജന്റീന ജയിക്കാം എന്നാ പറയുന്നത്. കഴിഞ്ഞ തവണ അർജന്റീനയെ സൗദി അറേബ്യ തോൽപ്പിച്ചതാണ്, ഞെട്ടിച്ചതാണ്. അതെ, കഴിഞ്ഞ ലോകകപ്പിൽ. അതെ സംഭവിക്കാം നമുക്കൊരു അതുപോലെ അട്ടിമറി വന്നുകൂടാ ഇല്ലല്ലോ, അതും പറയാൻ പറ്റില്ല. എന്നാലും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ആര് ജയിക്കാനാണ്? അർജന്റീന ജയിക്കരുതെന്നൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഓസ്ട്രേലിയ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്.
അതാണ് അർജന്റീന ജയിക്കണമെന്ന് ആഗ്രഹമില്ല, പക്ഷേ ഓസ്ട്രിയ ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് പോകാം. കാരണം കഴിഞ്ഞ കളിയുടെ ഒരു ആവേശം ഇപ്പോഴും നിൽക്കുമായിരിക്കും അല്ലേ? ഇപ്രാവശ്യം മെസ്സി മാജിക്ക് കാണാൻ പറ്റും. മെസ്സി മാജിക്കിന് വേണ്ടി കാത്തിരിക്കണം. മെസ്സി മാജിക് ഉണ്ടാവും, ഫൈനലിൽ കപ്പടിക്കും. ഇന്നിപ്പോ ഒരു ഗോളിലൂടെ നേടിയാൽ ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന ഇന്ന് കുറെ റെക്കോർഡുകൾ മെസ്സിക്ക് വരാനുണ്ട്. ഇന്ന് മെസ്സിന്റെ ഗോൾ വേട്ടയിൽ റെക്കോർഡുകൾ മാറി മറിയും. അപ്പൊ ഈ ഇവിടെ വന്നിരുന്ന കളി കാണുമ്പോൾ ഒരു പ്രത്യേക ആവേശമായിരിക്കും അല്ലേ? ആവേശമാണ്. കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആവേശം ഇവിടുന്ന് കാണാനാണ്. വീട്ടിൽ ഇരുന്നാൽ പറ്റില്ലായിരിക്കും. ഇല്ല, വീട്ടിലെ ചെറിയ സ്ക്രീനാണ്. ഇയാളെ ആയിട്ട് വന്നേക്കുന്നത് അതുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇയാളെ മുന്നേ പറയുന്നുണ്ട് പോണം. കഴിഞ്ഞ കളിക്ക് രാവിലെ ആയതുകൊണ്ട് വരാൻ പറ്റില്ല. പ്രാവശ്യം 10 മണിന്റെ കളിയായതുകൊണ്ട് 8 മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെ ഉറങ്ങുമോ? കപ്പടിക്കുക. ആരെ ഇഷ്ടമുള്ള കളിക്കാരനാരാ? മെസ്സിയാണ്. അർജന്റീനയുടെ കളിയൊക്കെ കാണാറുണ്ടോ? ഇന്ന് ആര് ജയിക്കും? എത്ര ഗോളിന് ജയിക്കും? 3 ഗോളിന് ജയിക്കും. ഈ മെസ്സി അവരെല്ലാം കൂടെ പൂട്ടിയിട്ടാ എന്ത് ചെയ്യും? മെസ്സി പൂട്ടി പൊട്ടിക്കുമോ? ഗോളടിക്കും. എന്തായാലും ആവേശം അങ്ങനെ തന്നെ നിൽക്കുക. കുട്ടി ആരാധകനാണ്. ഇന്ന് 10 മണിക്ക് കളി നടക്കുന്നതുകൊണ്ട് അവർ കളി കാണാൻ വന്നിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് പ്രതീക്ഷകള്? ബ്രസീലാ അർജന്റീന തോക്കുന്നതാണോ വന്നാണോ? എത്ര ഗോളിന് തോക്കും ഇപ്പം? 3 ഗോളിന് അർജന്റീന തോക്കും. ഓസ്ട്രിയ ജയിക്കും. എന്താ ബ്രസീലുകാരനായതുകൊണ്ടാണോ? അർജന്റീന കഴിഞ്ഞോണ്ട് ജയിച്ച 3 ഗോളിന്, ബ്രസീൽ ജയിച്ചത് 3 ഗോളിന്. അതുകൊണ്ട് ഇന്ന് അവർക്ക് 3 ഗോള്. ആരാ ഇഷ്ടമുള്ള കളിക്കാരനാരാ? അപ്പം ബ്രസീലിനെ ഇഷ്ടമാണ്. ബ്രസീലിന്റെയോ? നെയ്മർ പക്ഷെ കളിച്ചില്ലല്ലോ ഇതുവരെ. അത് വലിയ പ്രശ്നമാണല്ലോ. ഇപ്പൊ റാഫിഞ്ഞിക്കും പരിക്ക് പറ്റി ഇല്ലേ? അപ്പൊ ഇനി അടുത്ത കളി പ്രശ്നമാവോ? പ്രശ്നമില്ല. ഇന്ന് ആര് ജയിക്കും? ഇന്നത്തെ കളിയില് ഓസ്ട്രിയ ജയിക്കും. അർജന്റീന തോക്കും. അപ്പൊ എങ്ങനെയാണ്? എല്ലാം മകൻ പറഞ്ഞേക്കുവാണ്. എങ്ങനെയാണ് ഇന്നത്തെ സാധ്യതകൾ? കഴിഞ്ഞ കളിയിൽ മെസ്സി മാത്രം മുന്നടിച്ചു. അതെ അതെ, ടീമിൻ്റെ ഒത്തപ്പോൾ എല്ലാവരും ഇതുകൊണ്ട് മെസ്സിയാണ് ഒരു മെയിൻ പ്ലെയർ. അപ്പോൾ മെസ്സി തന്നെയാണ് ഈ കളിയിലും അടിക്കുന്നു വിചാരിക്കും. 2 ഗോളെങ്കിലും അടിക്കുന്നു വിചാരിക്കും. ഡീപ്പോളൊക്കെ ശരിക്കും പന്ത് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതെ അതെ, ഡീപ്പോളൊക്കെ നിറം മങ്ങിയിരുന്നു. അത്ലറ്റിക്കോന്ന് കളി മോശമായിട്ട് പിന്നെ ഇന്റർമിയാമിലേക്ക് എത്തി. പക്ഷേ അർജന്റീന ടീമിലെത്തിയപ്പോൾ അത്യാവശ്യം പിന്നെ പഴയ പോലെ കളിക്കാൻ തുടങ്ങി. മെസ്സി നല്ല കൂട്ടിയിട്ടായിട്ട് എല്ലാവരും, ഡീപ്പോൾ മാത്രമല്ല എല്ലാവരും നല്ല കളിയാണ്. അടിപൊളിയായിട്ട് ഒത്തിണക്കത്തോടെ പിന്നെ 4 വർഷത്തിനേക്ക് വീണ്ടും ആവർത്തിക്കാൻ വേണ്ടി അവർ കളിക്കുന്നുണ്ട്. പക്ഷെ അൾജീരിയക്കാളിലും ശക്തരായ ടീമല്ലേ? അതെ, ഓസ്ട്രേലിയ അലാബുണ്ട്, പിന്നെ സാവിസ്റ്ററുണ്ട്, അങ്ങനെ കുറേ പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ അർജന്റീന എല്ലാവരും പഠിച്ചാണ്, സ്കലോണി എല്ലാവരും പഠിച്ചാണ് പിന്നെ അടുത്ത കളിക്ക് ഇറങ്ങുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മൾ വിചാരിക്കുന്നത് നല്ല കളിയായിരിക്കുന്നതാണ്. സ്കലോണിക്ക് ഓരോ ടീമിനെതിരെ ഓരോ പ്ലാൻ ആയിരിക്കും. അതെ അതെ അതെ, ആളെ നമുക്ക് തീരെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ് ഓരോ കളിക്കാരെ ഓരോ ടീമിനെയും വിലയിരുത്തി തീരെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ആ ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഈ പക്ഷെ ഒരാളെ കേന്ദ്രീകരിച്ച് ഇപ്പൊ കഴിഞ്ഞ കളിയിൽ പന്തുകളെല്ലാം എത്തുമ്പം അത് ക്ലിയർ ചെയ്യുന്ന ലാസ്റ്റ് മെസ്സിയെ ലക്ഷ്യം വെച്ചായിരുന്നു. ഈ മെസ്സിയെ പൂട്ടിയാൽ എന്ത് ചെയ്യും എന്നൊരു ചോദ്യമില്ല. മെസ്സി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓപ്ഷനാണ്. പിന്നെ ടീമാണ്. പിന്നെ എത്ര ടീമിനെ പഠിച്ചാലും മെസ്സി ഉണ്ടാവും, മെസ്സിനെ പഠിച്ചാൽ ടീം ഉണ്ടാവും. അങ്ങനെയാണ് അർജന്റീനയുടെ ഒരു എന്താ പറയുക ഇത്രയും കാലമുള്ളൊരു സ്കലോണി വന്നതിന് ശേഷമുള്ളൊരു ടീം ഗെയിം. എങ്ങനെയാണ് ആര് ജയിക്കും എന്നൊക്കെ കളിയിൽ എന്താണ് പ്രതീക്ഷ? അർജന്റീന വേറെ ആരും മറ്റാരുമില്ല. ഒന്നല്ല. ഈ കഴിഞ്ഞ കളിയുടെ ഒരു ആവേശം കാരണമാണോ ഈ ഒരു? മനസ്സിലായില്ല. കഴിഞ്ഞ കളി വലിയ ആവേശകരമായിരുന്നു. ആ ഒരു പ്രകടനം തുടരുമെന്നാണ് കരുതുന്നത്. പിന്നെ അതിന് ഉഷാറായിരിക്കും ഇന്നത്തെ കളി. ഇന്ന് മാക്സിമം 4-0 ആയിരിക്കും. പക്ഷേ അൾജീരിയ പോലല്ല, കുറച്ചുകൂടി ശക്തരായ ടീമാണ് ഓസ്ട്രിയ. അതൊന്നും അർജന്റീനക്ക് വിഷയമുള്ള കാര്യമല്ല. ഞമ്മളിന്ന് ശക്തർ തന്നെയാണ്. ഇത്ര നേരത്തെ വന്ന് കളി കാണാനിരിക്കുവാണ്. അർജന്റീനയുടെ കടുത്ത ആരാധിക. എങ്ങനെയാ ഇന്നത്തെ പ്രതീക്ഷകൾ എന്താണ്? ജയിക്കും. എത്ര ഗോളിന് ജയിക്കുമെന്ന് കരുതുന്നത്? 3 ഗോള്. എല്ലാം 3ന്റെ കണക്കാണ്. 3 ഗോൾ ജയിക്കും. 3 ഗോളിന് ജയിക്കും. 3 ഗോളിന് ജയിക്കും. അപ്പൊ എത്ര അടിക്കും? ഓസ്ട്രിയ എത്ര അടിക്കും? ഓസ്ട്രിയ എത്ര ഗോൾ അടിക്കും? ഓസ്ട്രേലിയ അടിക്കാൻ ചാൻസ് കുറവാ. അപ്പൊ ഈ മെസ്സിയെ പൂട്ടിയാൽ പാടില്ല കംപ്ലീറ്റ് കാര്യങ്ങളും. മെസ്സി പിന്നെ
ഡീപ്പോൾ ഉള്ളതും കൊണ്ട് മാക്സിമം അസിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ലൗത്താര ഫോമാണെങ്കിൽ ലൗത്താറിനൊരു ഒരു ഗോൾ ഉണ്ടാവും. പിന്നെ ബാക്ക് മെക്കാലിസ്റ്റർ അറിയാനായിട്ട് 3 ഗോൾ എന്തായാലും ഉണ്ടാവും. 3 ഗോളിന്റെ ജയമാണ് അദ്ദേഹം പ്രഡിക്റ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ചാൻസ്? എങ്ങനെയാണ് ചാൻസുകൾ? അർജന്റീനയ്ക്ക് സാധ്യതയുണ്ടോ? അൾജീരിയ പോലെ ചെറിയ ടീമല്ല, എത്ര ഗോളിന് ജയിക്കും? എത്ര ഗോളിൽ നിന്ന് അർജന്റീന ജയിക്കും? മെസ്സി അടിക്കുമോ? കളി 3-1 സ്കോർ. 3-1. ഓസ്ട്രിയ കുറച്ചുകൂടി ശക്തരായ ടീമായിട്ടാണ് ഒരു ഗോൾ. നമുക്ക് വിഷയമില്ല. അർജന്റീനത്തെ സംബന്ധിച്ചോളം അത് വിഷയമില്ലാത്ത കാര്യമാണ്. ഈ മെസ്സിയെ പൂട്ടിയാൽ പദ്ധതികൾ മൊത്തം പാടില്ലേ? അങ്ങനെ മെസ്സിയെ പൂട്ടിയാൽ പദ്ധതികൾ ഇല്ല, വേറെ ടീമുണ്ടല്ലോ, കളിക്കാരുണ്ടല്ലോ ഇഷ്ടംമാര്. അത് പൂട്ടാൻ കഴിയില്ല. മെസ്സിന് അങ്ങനെ പെട്ടെന്ന് പൂട്ടാൻ എല്ലായിട്ടും കഴിയില്ല. ഈ കഴിഞ്ഞ കളി ജയിച്ചതിന്റെ ആവേശത്തിലാണോ എല്ലാവരും കൂടി സ്ക്രീനിൽ? അതെ. നമ്മള് അന്നേ കുറെ കൊല്ലായിട്ടുള്ള ഇത് തന്നെ അർജന്റീന തന്നെയാണ്. എങ്ങനെയാവുന്നത് കളി? അർജന്റീന ജയിക്കും. എത്ര ഗോൾ പ്രതീക്ഷിക്കുന്നു? എത്രയൊന്നും പറയാൻ പറ്റില്ല, എന്നാലും അർജന്റീന ജയിക്കും, അത് ഉറപ്പാണ്. മെസ്സിയുടെ കഴിഞ്ഞ കളിയിലെ പ്രകടനം അടിപൊളി കളിയായിരുന്നു. അടിപൊളിയല്ലേ? നമ്മുടെ അർജന്റീന ഫാൻസാണ് ഞാൻ. മെസ്സി സൂപ്പറാണ്, എല്ലാവരും അടിപൊളിയാണ് കളിക്കുന്നത്. പഠിക്കുമോ രണ്ടാം തവണ? അത് പറയാൻ പറ്റില്ല, പക്ഷെ അർജന്റീന അടിക്കണം എന്നാണ് നമ്മുടെ. എന്തായാലും ഇത്തവണയും മികച്ച ഒരു പ്രകടനം ഉണ്ടാവുമെന്നാണ്. ഒരു 3-0 അർജന്റീന ജയിക്കും. വേറൊന്നും പറയാൻ 0. ആസ്ട്രിയ 0. പക്ഷെ അൾജീരിയ പോലെ ചെറിയ ടീം അല്ല ഓസ്ട്രിയ. നല്ല കളി. നമ്മൾ ജയിക്കും. മെസ്സി ഇല്ലേ, പിന്നെന്താ കുഴപ്പം? സുഖമായിട്ട് ജയിക്കും. മെസ്സി അവര് മാർക്ക് ചെയ്ത് പൂട്ടി എന്ത് ചെയ്യും? പൂട്ടിയാൽ അടിക്കാൻ വേറെ പിള്ളേരില്ലേ, പിള്ളേര് കളിക്കൂ, അത്രേ ഉള്ളൂ. പക്ഷെ പൂട്ടാനാവൂല. ഓലെ എത്ര സംശയം ഓലെ കൊണ്ട് പൂട്ടാനാവൂല. മെസ്സിനെ എങ്ങനെ ലോക്ക് ചെയ്താലും മെസ്സി അടിക്കും. ഇന്ന് 3-0. കഴിഞ്ഞ കളിയിൽ 3 എണ്ണം അടിച്ചില്ലേ, കളിയിൽ അത് തന്നെ നോക്കാം. മെസ്സി എത്ര അടിക്കും? മിനിമം മെസ്സി 2 എണ്ണം അടിക്കും. ഷുവറാ. മെസ്സി 2 ഗോൾ ഷുവറായിട്ട് അടിക്കും, ഉറപ്പാണ്. മെസ്സി 2 ഗോളിൽ നിന്ന് അടിക്കും. 3-0 നിന്ന് അർജന്റീന വിജയിക്കുമെന്നാണ് അവർ പറയുന്നത്. എല്ലാവരുടെയും പ്രതീക്ഷ കഴിഞ്ഞ കളിയിലെ ഒരു പ്രകടനം ഇത്തവണയും ആവർത്തിക്കും എന്ന് തന്നെയാണ്. എന്ത് സംഭവിക്കും? അർജന്റീനയ്ക്ക് വേറെ ചോദിക്കാനാ? 2-0. ഓസ്ട്രിയക്ക് 1 ഗോൾ പോലും കൊടുക്കില്ല. 1 ഗോൾ പോലും ഓസ്ട്രിയക്ക് കൊടുക്കില്ല. കൊടുക്കില്ല. അർജന്റീന ചോദിച്ചു മെസ്സി ഇന്ന് അടിക്കാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ? എന്ത് ചോദിക്കാനാണ്? കാണാനല്ലേ വന്നേ. ഈ കഴിഞ്ഞ കളിയിലെ എല്ലാ നീക്കങ്ങളും അവസാനിച്ചത് മെസ്സിയാണ്. അപ്പൊ മെസ്സി അവര് പൂട്ടിയാൽ വേറെ വഴിയുണ്ടോ? മെസ്സി എന്തെങ്കിലും കളിച്ചോ? മെസ്സിനെ കൂട്ടാൻ കഴിയില്ലല്ലോ, ഉറപ്പല്ലേ. ഇനിയിപ്പോ ഈ ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോഴത്തേക്ക് ഏറ്റവും സ്ട്രോങ് ടീം ഏതാണെന്ന് തോന്നുന്നത്? ഏതാണ്ട് ഒരു പകുതി എത്തിയിരിക്കും ടൂർണമെന്റ് ഇല്ലേ? 4 ഗോൾ അടിക്കും. 4 ഗോള്. 4 അല്ലെങ്കിൽ 3. അതിൽ മെസ്സി എത്ര അടിക്കും? മെസ്സി അടിക്കും അറിയില്ല, പക്ഷെ 2 or 3 അടിക്കും. ഉറപ്പാ. ഗാലറിയിൽ ഗ്യാപ്പുകളില്ലാതെ അടുത്തിരിക്കണമെന്ന് അറിയിക്കുന്നു. ദയവ് ചെയ്ത് ഗാലറിയിൽ ഇരിക്കുന്ന ആളുകൾ മാക്സിമം മുകളിലേക്ക് കയറി സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. വോളണ്ടിയർമാരുടെ ശ്രദ്ധയ്ക്ക് ഗാലറിയിൽ ഇരിക്കുന്ന ആളുകളെ മുകളിലേക്ക് കയറ്റിയിരിക്കണം. വലതുഭാഗത്ത് ഗാലറിയിൽ ഒരുപാട് ഒഴിവുകളുണ്ട്. ദയവ് ചെയ്ത് കയറി ഇരുന്നുകൊണ്ട് സഹകരിക്കണം. എല്ലാ കളിയും ഇവിടെ വന്നാണ് കാണാറ്. ഗാലറിയിൽ ഇരിക്കുന്നവർ ശ്രദ്ധിക്കുക. ദയവ് ചെയ്ത് ഒരുപാട് ആളുകൾ കളി കാണാൻ എത്തിച്ചേരുന്നുണ്ട്. കളിയുടെ സമയത്ത് വോളണ്ടിയർമാർക്ക് നിയന്ത്രിക്കുന്നത് നല്ലത്. നിങ്ങൾ ദയവ് ചെയ്ത് സഹകരിക്കണമെന്ന് അറിയിക്കുകയാണ്. പരമാവധി അടുത്തിരുന്നുകൊണ്ട് ഗ്യാപ്പുകളില്ലാതെ അടുത്തിരുന്നുകൊണ്ട് സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. ഇവരൊക്കെ റൊണാൾഡോ ആണ്. നമ്മളൊരു ഫാമിലിയിൽ തന്നെ 3 ടീമാണ്. അർജന്റീന ഉണ്ട്, ബ്രസീൽ ഉണ്ട്, പോർച്ചുഗൽ ഉണ്ട്. 4 ടീം. പോർച്ചുഗൽ, ബ്രസീൽ, അർജന്റീന. കഴിഞ്ഞ കളി പോർച്ചുഗൽ അത്ര കളിക്കാൻ പറ്റിയില്ല. അല്ലേ, ഇപ്രാവശ്യം വീണ്ടെടുക്കല്ലോ. പുലി പതുങ്ങുന്നത് കുതിച്ച് ചാടാൻ വേണ്ടിയിട്ടാണ്. അടുത്ത കളി കണ്ടോ? പക്ഷെ എല്ലാരും കളിയാക്കിയില്ലേ? ഈ പോർച്ചുഗലിനെ കളിയാക്കിയപ്പോ എല്ലാവരും കളിയാക്കിയില്ലേ? ഇനിയുണ്ടല്ലോ കളി.
അത് ജയിച്ചു കാണിക്കും. ഭയങ്കര ഈ റൊണാൾഡോയ്ക്ക് ആരും പന്ത് കൊടുക്കുന്നില്ല, റൊണാൾഡോ അതിൽ ചുമ്മാ നടക്കായിരുന്നു. അതൊക്കെ വെറുതെ അറിയാണ്. ഇനിയും കിട്ടും, അടുത്ത കളിയില്ലേ എന്തായാലും കുതിച്ച് മുന്നോട്ട് പോകും. കപ്പടിക്കുമോ? അടിക്കും, ഇപ്രാവശ്യം അടിക്കും. അല്ലല്ല, പോർച്ചുഗൽ. മീശ ഇല്ലാത്തതുകൊണ്ട് മൊട്ടടിക്കും. മൊട്ടടിക്കും. ഇത് മൊട്ടടിപ്പിക്കണോ? അർജന്റീന കപ്പടിച്ചാലേ എന്തായാലും ബെറ്റൊക്കെയാണുള്ളത്. മീശ പഠിക്കുമെന്ന് ബെറ്റുണ്ട്. ഒരേ വീട്ടിൽ തന്നെ 4 ടീമിന്റെ ആളുകളുണ്ട്. അവർ പരസ്പരം ഒരു സൗഹൃദപരമായ പോരാട്ടത്തിലും പരസ്പരം കളിയാക്കിയും ഒക്കെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും കളി തുടങ്ങാൻ ഇനിയും സമയം ബാക്കിയുണ്ടെങ്കിൽ പോലും ഈ കോഴിക്കോട്ടെ പുത്തൻപാലത്തെ ഈ മിനി സ്റ്റേഡിയം ഏതാണ്ട് നിറഞ്ഞു കവിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് ആളുകളാണ്. ഇതിലും അധികം ആളുകൾ ഇപ്പോൾ പുറത്ത് നിൽക്കുന്നുണ്ട്, അകത്ത് കയറാൻ കഴിയാതെ നിൽക്കുന്നുണ്ട്. ഗാലറിയിൽ നിന്നുള്ള ഈ കാഴ്ച ഒരു സ്റ്റേഡിയത്തിൽ നിന്ന് ഉള്ള കാഴ്ചയ്ക്ക് ഏതാണ്ട് തുല്യമാണ്. അർജന്റീന വിജയിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ഒരു മികച്ച പ്രകടനം അർജന്റീനയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. മെസ്സി ഇത്തവണയും ചലിപ്പിക്കുമെന്ന കൃത്യമായ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ കാണികൾ ഉള്ളത്.